നമസ്കാരം. ചാനൽ 5+ലേക്ക് സ്വാഗതം. ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യ ക്ഷേത്രത്തിലെ കഴകത്തർക്കം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. അതങ്ങനെ വിവാദമായി വളരുകയാണ്. വിവാദം തീരുന്നേയില്ല. 2-3 ദിവസം, ഏറിയാൽ ഒരാഴ്ച കൊണ്ട് തീരുമെന്ന് കരുതിയ കഴക വിവാദം അനുദിനം കത്തിക്കയറുമ്പോൾ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. ഇരിങ്ങാലക്കുടയിൽ ഒരു സുരേഷ് ഗോപി ഉണ്ടാകുമോ എന്നതാണ് ആ ചോദ്യം. ഈ വിവാദത്തിൻ്റെ സഞ്ചാരപഥം നിരീക്ഷിക്കുമ്പോൾ അതിനൊരു സാധ്യത തള്ളിക്കളയാനാവില്ല. ആചാരലംഘനത്തിൻ്റെ കേസാണിതിപ്പോൾ. ആചാരങ്ങൾക്ക് മുടക്കം വരരുത് എന്നാണല്ലോ പുതിയ മുദ്രാവാക്യം. ക്ഷേത്രത്തിനകത്തെ ഒരു ചടങ്ങിൽ കയറിയുള്ള കളി ഹിന്ദുത്വ വൈകാരികതയെ തടുത്തുകൂട്ടി വോട്ടാക്കി കോരിക്കൊടുക്കാനുള്ള ഒരു അടവ് നയമായി എന്ന് വ്യാപകമായി ഈ സംഭവത്തിൽ ആക്ഷേപിക്കപ്പെടുന്നുണ്ട്. ഗാന്ധിയൻ ചിന്തകനായ ഡോക്ടർ കെ അരവിന്ദാക്ഷനെ പോലെയുള്ള നിഷ്പക്ഷർ ഇത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നിരവധി ഇടത് സഹയാത്രികരടക്കം പലരും ഈ സാധ്യത ഭയക്കുന്നു. വെടക്കാക്കി BJPക്കാക്കുന്ന ഒരു ലൈൻ. 2024 തൃശ്ശൂർ പൂരത്തിൽ നിന്നാണല്ലോ കേരളത്തിൽ സംഘപരിവാറിന് ആദ്യത്തെ MP-യെ കിട്ടിയത്. അതേപോലെ എന്തൊക്കെയോ ഒന്ന് ഉരുത്തിരിയുന്നത് പോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്ന വഴി. സംഭവം സിമ്പിളാണ്. ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യ ക്ഷേത്രത്തിലെ കഴകപ്പണി, അതായത് ക്ഷേത്രാവശ്യങ്ങൾക്കുള്ള മാല കെട്ടുന്ന പണി, അതിന് ഒരു ഈഴവനെ നിയമിച്ചതിൽ പ്രതിഷേധിച്ച് ബ്രാഹ്മണരായ തന്ത്രിമാർ അവർ ചെയ്യേണ്ട ക്ഷേത്ര ചടങ്ങുകൾ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. കഴകപ്പണി വാര്യർ സമുദായക്കാരാണ് ചെയ്തു വരുന്നത്. പാരമ്പര്യമായി ചില വാര്യർ കുടുംബങ്ങൾക്ക് കിട്ടുന്ന പണിയാണ് ഇതത്രേ. അതോടെ ബ്രാഹ്മണരുടെ ജാതിബോധത്തിൽ നിന്ന് ഉണ്ടായ പരാതിയാണ് ഇത് എന്ന് ആക്ഷേപം വന്നു. അങ്ങനെയൊന്നുമല്ല, പാരമ്പര്യവും ആചാരവും ലംഘിച്ചതിൻ്റെയും മറ്റും പ്രശ്നം മാത്രമാണിത് എന്ന മറുപടിയുമായി ബ്രാഹ്മണ തന്ത്രികൾ അണിനിരന്നു. ഈഴവനായ കഴകക്കാരൻ VA ബാലുവിനെ മാറ്റിയില്ലെങ്കിൽ ക്ഷേത്രവാർഷിക ദിനമായ പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് പങ്കെടുക്കില്ല എന്ന ബ്ലാക്ക്മെയിലിംഗ് തന്ത്രം തന്ത്രികൾ പുറത്തെടുത്തു. ആചാര സംരക്ഷകരായ ക്ഷേത്രം ഭാരവാഹികൾ, അതായത് സർക്കാർ നിയമിച്ച ദേവസ്വം ബോർഡ് അധികൃതർ, ഉടനെ കഴകപ്പണിക്ക് നിയമിക്കപ്പെട്ട ബാലുവിനെ എടുത്ത് ഓഫീസിൽ അറ്റൻഡറാക്കി മാറ്റി നിയമിച്ചു. മാല കെട്ടാൻ വാര്യരെ തന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. വിവാദം മുറുകുന്നതിനിടെ ബാലു ലീവെടുത്തു. തുടർന്ന് ഇരുപക്ഷത്തുമുള്ള തൽപരകക്ഷികൾ ചേരിയായി തർക്കവിതർക്കങ്ങൾ ആരംഭിച്ചു. അതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ബാലുവിനെ ഈ പണിക്ക് നിയമിച്ചത്, അതായത് കഴകപ്പണിക്ക് നിയമിച്ചത്, നിയമത്താൽ സ്ഥാപിതമായ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡാണ്. ഈഴവന്റെ കഴകം തന്ത്രിമാർ പ്രശ്നമാക്കിയപ്പോൾ അയാളെ ഓഫീസ് പ്യൂണാക്കി മാറ്റി നിയമിച്ചത് സർക്കാർ പ്രതിനിധിയായ കൂടൽ മാണിക്യം ദേവസ്വം ചെയർമാൻ ആണ്. തന്ത്രിമാർക്ക് വഴങ്ങില്ല എന്ന് അദ്ദേഹം പറയുന്നതല്ലാതെ അതിൽ അസന്നിഗ്ധമായ ഒരു നിലപാട് ആ ബഹുമാന്യൻ ഇതേവരെ എടുത്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിനിടയിൽ തന്ത്രിമാരുടെ വികാരങ്ങൾ വ്രണപ്പെടുത്താൻ താൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പറയുന്ന ബാലു, കഴകപ്പണി കിട്ടിയ ബാലു, തനിക്ക് മാറ്റി കിട്ടിയ ജോലിയിൽ നിന്നും അവധിയെടുത്ത് പോവുകയും ചെയ്തു. കക്ഷി 17 തിങ്കളാഴ്ച ജോലിയിൽ തിരിച്ചു ചേരും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അന്ന് അവിടെ എത്തിയിട്ടില്ല. ഇതിൻ്റെ സൂക്ഷ്മ വിശദാംശങ്ങൾ കേരള സമൂഹം ചർവിതചർവണം ചെയ്തതാണ്. അതുകൊണ്ട് ആവർത്തനം വളരെ വിരസമാവും. ജാതിയല്ല പാരമ്പര്യം ആണ് പ്രശ്നം എന്നാണ് തന്ത്രിമാർ വാദിക്കുന്നത്. പാവം, വാര്യന്മാരോടുള്ള സ്നേഹം. പാരമ്പര്യമാണ് പ്രശ്നമെങ്കിൽ ആദ്യം ഇത് ഉന്നയിക്കേണ്ടത് വാര്യ സമാജമായിരുന്നില്ലേ എന്നൊരു ചോദ്യമുണ്ട്.
നമ്പൂതിരിമാരായ തന്ത്രിമാരല്ല അത് ആദ്യം ഉന്നയിക്കേണ്ടത്. തന്ത്രിമാർ ഇത് പ്രശ്നമാക്കിയ ശേഷമാണ് വാര്യ സമാജം ഇതിൽ ഇടപെടുന്നത്. പിന്നെ വേറൊരു കാര്യം, ഈഴവനടക്കമുള്ളവർ കൊണ്ടുവരുന്ന പൂ കൊണ്ട് വാര്യർ കെട്ടുന്ന മാല ദൈവത്തിന് ചാർത്താമെങ്കിൽ ആ മാല ആര് കെട്ടിയാലെന്താ? എന്താചാരമാണ് ഇവിടെ ലംഘിക്കപ്പെടുന്നത്? ഇതൊന്നും നോക്കാതെയാണോ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഈഴവനെ പരീക്ഷ നടത്തി കഴകം തസ്തികയിൽ നിയമിച്ചത്? കൗതുകകരമായ കാര്യം, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഒറ്റയൊന്നുപോലും കറുപ്പിലും വെളുപ്പിലുമായി ഇതേക്കുറിച്ച് ഒരു നിലപാട് ഇതേവരെ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതിനർത്ഥം ആരെയും പിണക്കാൻ തയ്യാറാവാത്ത ഒരു ജാതി കളി കളിക്കുകയാണ് ബന്ധപ്പെട്ടവരെല്ലാവരും ചേർന്ന്. ജാതിക്കപ്പുറം ഈ പ്രശ്നത്തിൽ വലിയ രാഷ്ട്രീയമുണ്ട്, തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം. അതുകൊണ്ട് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ ഈ തർക്കം അങ്ങനെ നീണ്ടുപോകും. അപ്പോഴേക്കും കേരളം എന്ത് പരുവത്തിലാകും എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. നമുക്കതിനു വേണ്ടി കാത്തിരിക്കാം. വീണ്ടും കാണാം. നന്ദി.